എല്ലാത്തിനും ഒരു പ്ലേ ഉണ്ട്. അതായത് ബ്രേക്കിന് പ്ലേ ഉണ്ട്, ആക്സിലറേറ്ററിന് പ്ലേ ഉണ്ട്, ക്ലച്ചിന് പ്ലേ ഉണ്ട്, ഗിയറിന് പ്ലേ ഉണ്ട്, സ്റ്റിയറിംഗിന് പ്ലേ ഉണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ജെർക്കിംഗ് എങ്ങനെ മാറ്റിയെടുക്കാം, എന്തുകൊണ്ടാണ് ഈ ജെർക്കിംഗ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ജെർക്കിംഗ് ഉണ്ടാകാതിരിക്കാൻ ഒരു ടിപ്സും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പേ ഒരു കാര്യം കൂടി, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ലൈസൻസ് ഉണ്ട്, വീട്ടിൽ വാഹനവുമുണ്ട്. നിങ്ങൾ വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഈ ലൈസൻസ് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി പ്രാക്ടീസ് കൊടുക്കുന്നതായിരിക്കും. അത് നമ്മുടെ എറണാകുളം പരിസര പ്രദേശങ്ങളിലുമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അതിനാണ് നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്താണ് എന്താ ജെർക്കിംഗ് ഉണ്ടാകുന്നത്. അതിനാണ് നമ്മുടെ കാൽ ഇപ്പോൾ ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കാൽ എവിടെയൊക്കെ ഇരിക്കും. നമ്മുടെ ഗിയർ ഇട്ടതിന് ശേഷം നമ്മുടെ കാൽ ഇപ്പോൾ ക്ലച്ചിലും ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്കിലും ഉണ്ട്. നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ വാഹനം മുൻപോട്ട് എടുക്കുന്നത്. ഈ മുൻപോട്ട് ക്ലച്ചിൽ നിന്ന് കാല് എടുക്കുന്ന സമയത്താണ് എന്താ ഈ ഒരു ജെർക്കിംഗ് ഉണ്ടാകുന്നത്. ഈ ഒരു ജെർക്കിംഗ് ഉണ്ടാകാനുള്ള കാരണം ഒന്നാമതായി സ്ലോ സ്പീഡ് കൂടുതലാണെങ്കിൽ എന്തുണ്ടാകും, ഈ ഒരു ജെർക്കിംഗ് ഉണ്ടാകും. സ്ലോ സ്പീഡ് കൂടുതലായി കിടക്കുമ്പം ഈ ജെർക്കിംഗ് ഉണ്ടാകാനുള്ള കാരണം ക്ലച്ച് സ്ലോ സ്പീഡ് ആയതുകൊണ്ട് ക്ലച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജെർക്കിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ അപ്പം എങ്ങനെയാണ് അപ്പം ആ സ്ലോ സ്പീഡ് കിടക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ വേണം എന്ത് ചെയ്യാൻ, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 5ാമത്തെ ഗിയറിലോ 4ാമത്തെ ഗിയറിലോ 3ാമത്തെ ഗിയറിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഈ ജെർക്കിംഗ് ഉണ്ടാകുന്നത്. ഒരു വാഹനം നമ്മൾ നിർത്തിയെടുത്തുനിന്ന് നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്താണ് എന്താ ഈ ഒരു ജെർക്കിംഗ് ഉണ്ടാകുന്നത്. ഈ ഒരു ജെർക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഗിയർ ഏതായിരിക്കും, ഫസ്റ്റ് ഗിയർ ആയിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് ഗിയറിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ജെർക്കിംഗ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിൽ നിന്ന് എങ്ങനെയായിരിക്കണം ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത്, നമ്മൾ മെല്ലെയാണ്. ഞാൻ പലപ്പോഴായി പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ എടുത്താലേ എന്ത് ചെയ്തുള്ളൂ, കറക്റ്റായിട്ട് ജെർക്കിംഗ് ഇല്ലാതെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ പവർ കുറഞ്ഞ വാഹനമാണെങ്കിലും എന്ത് ചെയ്യും, ജെർക്കിംഗ് ഉണ്ടാകാം. അപ്പൊ ഈ ജെർക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പവർ കുറഞ്ഞൊരു വാഹനത്തിന് ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൽ AC ഇട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ വാഹനം മുൻപോട്ട് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാകും, ഈ ഒരു ജെർക്കിംഗ് ഉണ്ടാകും. അപ്പൊ ഈ ജെർക്കിംഗ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മൾ കൊച്ചു പിള്ളേരെ എടുക്കുന്ന പോലെ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ എടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ജെർക്കിംഗ് ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിലും ബൈക്കിലും ഫ്രണ്ടിലും എല്ലാം ആളുണ്ട്. ആളുടെ ഉള്ള സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ജെർക്കിംഗ് ഉണ്ടാകും. അപ്പം ഒരുപാട് മെല്ലെ ആകാനും പാടില്ല, ഒരുപാട് സ്പീഡിലും എടുക്കാനും പാടില്ല ക്ലച്ചിൽ നിന്ന്. ആ ഒരു മീഡിയം പരുവത്തിനാവും, താഴേന്ന് തുടങ്ങി മേളിൽ വരെ ആ ഒരു രീതി തന്നെ കറക്റ്റായിട്ട് എടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ, ആ ജെർക്കിംഗ് ഇല്ലാതെ കറക്റ്റായിട്ട് മുമ്പോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പലർക്കും ഒരു ധാരണയുണ്ട്, നമ്മളിപ്പോൾ ഒരു ഗിയർ ഇട്ടു എന്ന് പറഞ്ഞൊരു വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. നമ്മളെ ക്ലച്ചിൻ്റെ കൂടെ സഹായം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ വണ്ടി മുന്നോട്ട് ഉരുളത്തുള്ളൂ. അപ്പൊ ക്ലച്ചിൽ നിന്നൂടെ എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കണമെന്ന് ചോദിച്ചാൽ മെല്ലെ ഒരു പേപ്പർ കാണുന്നതിന് വേണം എന്ത് ചെയ്യാൻ, ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. ഉദാഹരണത്തിന് നമ്മുടെ ക്ലച്ചിൽ ഇങ്ങനെ കാലിരിക്കുന്നു. ഈ കാലിരിക്കുന്ന സമയത്ത് നമ്മൾ ജെർക്കിംഗ് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മളെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് മെല്ലെ പേപ്പർ കാണുന്നതിന് വേണം എന്ത് ചെയ്യാൻ, ഇങ്ങനെ കാലെടുക്കാൻ. ഈ കാലെടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ ജെർക്കിംഗ് ഉണ്ടാകുന്നു അല്ലെന്നുണ്ടെങ്കിൽ പുറകിൽ ആളുണ്ട്, വണ്ടിയുടെ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്താൽ വണ്ടി ഓഫ് ആകുന്ന പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഒരു കാരണവശാലും താഴെ മുട്ടിച്ചുകൊണ്ടല്ലേ എന്ത് ചെയ്യുന്നത്, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. താഴെ ഉപ്പൂറ്റി ഉറപ്പിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കുമ്പോൾ തെറിച്ചെറിഞ്ഞ് മേളിഭാഗം തെറിച്ചെറിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യും, ആ പവർ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ജെർക്കിംഗ് ഉണ്ടാകാം. അപ്പം കാലിൻ്റെ ഉപ്പൂറ്റി ഒരിക്കലും എന്ത് ചെയ്യരുത്, താഴെ ഉറപ്പിച്ച് വെക്കരുത്, പൊക്കി തന്നെ പിടിക്കുക. വിരലിൻ്റെ താഴെ ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ക്ലച്ചിൽ കാല് വെക്കാൻ. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, താങ്ങി മെല്ലെ പേപ്പർ കണക്കിന് മേലോട്ട് കാലെടുക്കുക. അല്ലാതെ ഒരു കാരണവശാലും ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ സ്പീഡിൽ എടുക്കുകയും ചെയ്യരുത്. അതുപോലെ ഒരുപാട് എന്ത് ചെയ്യരുത്, ലേറ്റും ആകരുത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. അപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് സ്ലോ സ്പീഡ് കൂടുതലാണെങ്കിൽ എന്തുണ്ടാകും, ഈ ഒരു ജെർക്കിംഗ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യും, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ പവർ കുറഞ്ഞൊരു വാഹനമാകുന്ന സമയത്ത്, നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, AC ഇട്ടുകൊണ്ട് എടുക്കുന്ന സമയത്തും ഒന്നുകൂടെ ലോഡ് വലിക്കുന്ന കാരണത്താൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് മെല്ലെ തന്നെ കാലെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുറകിൽ ആളും അതുപോലെ തന്നെ വണ്ടിയിൽ ആളും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ എടുക്കുന്ന സമയത്ത് ക്ലച്ച് നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമ്മൾ കൊച്ചുപിള്ളേരെ താങ്ങി എടുക്കുന്ന പോലെ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജെർക്കിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു വാഹനം മുൻപോട്ട് എടുക്കാൻ പറ്റും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.